ഇനി നിങ്ങൾക്ക് കാണണോ സഹീഹുൽ ബുഖാരി മറിച്ചു നോക്കൂ. തിങ്കളാഴ്ച മരിക്കുന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം. അങ്ങനെ ഒരു അധ്യായം സഹീഹുൽ ബുഖാരിയിലുണ്ട്. നമുക്കറിയാം വെള്ളിയാഴ്ച മരിച്ചാൽ അത് വലിയ മഹത്വമുള്ളതാണ്. വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെട്ടാൽ ഖബറിൽ ഇളവുള്ളതാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ആ ഹദീസ് ബുഖാരിയിലില്ല, വേറെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലാണുള്ളത്. ഇമാം ബുഖാരി എന്തുകൊണ്ടത് റിപ്പോർട്ട് ചെയ്തില്ല? ഇമാമിങ്ങൾ പറയുന്നു, ഇമാം ബുഖാരിക്ക് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളെല്ലാം ഒത്താലേ റിവായത്ത് ചെയ്യൂ. ആ നിബന്ധനകൾ ഒത്തു കിട്ടിയില്ല. പക്ഷേ ഇമാം ബുഖാരിക്ക് നിബന്ധന ഒത്തുകിട്ടിയ ഒരു ഹദീസ് ഉണ്ട്. അതെന്താണ്? തിങ്കളാഴ്ച മരിക്കുന്നതിന്റെ ബഹുമാനം പറയുന്ന ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ കാണാൻ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മരണം സംഭവിക്കുന്ന രോഗത്തിൽ ചോദിക്കുകയാണ്, ഇന്നത്തെ ദിവസം ഏതാണ്? തിങ്കളാഴ്ചയാണെന്ന് മറുപടി കിട്ടിയപ്പോൾ, ഇന്ന് അതാ വൈകുന്നേരമായി രാത്രിയാകുന്നതിന് മുമ്പ് എൻ്റെ റൂഹ് പിടിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തേ കാരണം? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് തിങ്കളാഴ്ചയാണല്ലോ. ആ തിങ്കളാഴ്ച മരിച്ചാൽ അതിന്റെ ഒരു ബറക്കത്ത് കിട്ടുമല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിക്കുന്നു. ഈ ബറക്കത്തിൽ വിശ്വസിക്കുന്ന മഹാന്മാരൊക്കെ ഇസ്ലാമെന്ന് പുറത്തുപോയി എന്നാണോ പുത്തൻവാദി പറയുന്നത്? എങ്കിലടോ മനുഷ്യ, നിനക്ക് എവിടുന്ന് ദീന് കിട്ടി? നിനക്ക് ആര് ഖുർആൻ കൈമാറി? നിനക്ക് എവിടുന്ന് ഹദീസ് കിട്ടി? ഈ സഹാബത്തൊക്കെ വിശ്വസിച്ച വിശ്വാസം അത് അംഗീകരിക്കുന്നവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയും.